കാരുണ്യ പദ്ധതി വഴി ലഭിച്ചിരുന്ന മരുന്നും ലാബ് പരിശോധനകളുമെല്ലാം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വൃക്ക രോഗികൾ. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച അപേക്ഷകരിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ വളരെയേറെ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ ഡയാലിസിസ് നടത്തുന്നവരിലേറെയും. മുൻപ് ഈ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ കാരുണ്യ പദ്ധതി വഴി സമീപത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. ഡയാലിസിസ് രോഗികൾക്ക് മാസത്തിലൊരിക്കൽ ലാബ് പരിശോധനകളും ആവശ്യമാണ്. ഇതിനുള്ള സംവിധാനങ്ങളും ഇവിടുത്തെ സ്വകാര്യ ലാബുകൾ വഴിയാണ് എത്തിയിരുന്നത്. എന്നാൽ അധികൃതരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്നറിയിച്ച് മരുന്ന് നൽകുന്നതും ലാബ് പരിശോധനയും ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും നിർത്തി. ഇപ്പോൾ ലാബ് പരിശോധനയ്ക്കും മരുന്നുകൾക്കും കൂടി പണം കണ്ടെത്തേണ്ട ഗതികേടിലാണ് ഈ രോഗികൾ. അവർ പറയുന്നത് കേൾക്കാം. ഒന്നും മരുന്ന് കിട്ടണില്ല, മെഡിസിൻ ഇല്ല. രണ്ടാമത്തേത് ലാബ് ടെസ്റ്റ് ഒക്കെ പുറത്തേക്കാണ്. മെഡിസിൻ ഞങ്ങൾക്ക് 3 മാസത്തോളമായി കിട്ടിയിട്ട് അല്ല, ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കാണ്. ഒരു മരുന്നും മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അവരില്ല, ഇൻഷുറൻസ് ബ്ലോക്ക് ചെയ്തിക്കാന്ന് പറയാണ്. ഒന്നും ഞങ്ങൾ കിട്ടില്ല. ഒരു 5 ദിവസത്തിന് ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടി 2500-3000 രൂപ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് വന്ന് ഡയാലിസിസ് ചെയ്യണം. ഒരു ഡോക്ടേഴ്സും കാര്യങ്ങളും ഇവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി 1.5 ഇട്ടിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അനുകൂലം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ല, ഒരു ലാബൊന്നും ഇല്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 1500 രൂപ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തി നിങ്ങൾ ഗവൺമെന്റിക്ക് വരില്ല. ഏകദേശം ഒരു 2 മാസത്തോളമായി നമ്മൾ പല പേഷ്യന്റും ഇതുപോലെ നമുക്ക് ഡയാലിസിസിന് വരുന്ന രോഗികൾക്ക് പോലും അതിന് ആവശ്യമായ ലാബ് ടെസ്റ്റുകളോ മരുന്നുകളോ അവൈലബിൾ അല്ലാത്തത്, അതായത് ഗവൺമെന്റിന്റെ ഫണ്ട് ടെൻഡർ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ വിസമ്മതിക്കുകയാണ്, ഇത് സംഗതി കൊടുക്കണില്ല. അപ്പൊ നമ്മൾ ആ രോഗികളടുത്ത് പല ആളുകളടുത്തും ചോദിച്ചു. അപ്പൊ അവർ പറയണത് എന്താ വെച്ചാൽ ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനാവശ്യമായ ഫണ്ട് ഇവർക്ക് അനുവദിച്ചു കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ മരുന്നിന് പോലും മരുന്നില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ 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 അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, വൃക്ക രോഗികൾ കടുത്ത ദുരിതത്തിലേക്ക് പോകുന്നു. മരുന്ന് കിട്ടുന്നില്ല, ടെസ്റ്റ് നടത്താൻ സാധിക്കുന്നില്ല. ഏറ്റവും മോശം സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആരെയാണ് പഴിക്കേണ്ടത്? എവിടെ നിന്ന് എന്ത് ലഭിക്കുന്നില്ലെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ആശുപത്രികളും മാനേജ്മെന്റും ഒക്കെ ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ധന്യ, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഡയാലിസിസ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചികിത്സ നൽകാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെയുള്ള ഫാർമസിയിൽ അവർക്ക് സൗജന്യമായ മരുന്ന് ലഭിക്കും. പക്ഷേ ഫാർമസിയിൽ എല്ലാ മരുന്നും ലഭ്യമാകില്ല എന്ന ഒരു സാഹചര്യത്തിൽ ഈ ആശുപത്രിയോട് ചേർന്നുള്ള ലാബുകളിലും അതുപോലെ 3-4 മെഡിക്കൽ ഷോപ്പുകളിലും ഈ സൗജന്യമായിട്ട് രോഗികൾക്ക് മരുന്ന് നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഈ രോഗികൾക്ക് നൽകുന്ന മരുന്നിന്റെ തുക കാരുണ്യ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കി ആശുപത്രി നൽകുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ആളുകൾക്ക് സൗജന്യമായിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നുള്ള മരുന്നുകളും അതുപോലെ ലാബിന്റെ സേവനവും ലഭ്യമായിരുന്നത്. പക്ഷേ കാരുണ്യ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് ലഭിക്കാൻ വൈകിയതോടെ ഈ മെഡിക്കൽ ഷോപ്പുകളിലെ കുടിശ്ശിക ലക്ഷങ്ങളായിട്ട് ഉയർന്നു. ലാബുകളിലും കുടിശ്ശിക കൂടാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പലപ്പോഴും രോഗികൾക്ക് ഈ സാധാരണഗതിയിൽ കിഡ്നി രോഗികൾക്ക് ഇടയ്ക്കിടെ ലാബിൽ പരിശോധനകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ തന്നെ ആഴ്ചയിൽ സാധാരണ ഒരു പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന 2 ഗുളികയാണെങ്കിൽ ഇവർക്കത് 4-5 ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ മരുന്ന് കൺസ്യൂം ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെ സൗജന്യമായിട്ട് ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഡയാലിസിസിന്റെ പുറമെ ഡയാലിസിസ് സൗജന്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് പുറമെയുള്ള മരുന്നുകൾ വാങ്ങിക്കുവാനുള്ള പണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത്. കാരണം സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികമായി താഴേക്കിടയിലുള്ള ആളുകളാണ് ഈ ഒരു സേവനം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത്. അവർക്കാണ് സർക്കാരിന്റെ ഈ പദ്ധതി ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫണ്ടിന്റെ അപര്യാപ്തത കാരണം ഈ ഒരു മെഡിക്കൽ ഷോപ്പുകളിലെ തുക കുടിശ്ശിക വലിയ സംഖ്യ ഉയർന്നതോടെ മെഡിക്കൽ ഷോപ്പുകാർ ഇതിനോട് ഇവർക്ക് നിവൃത്തികേട് കൊണ്ട് സഹകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് പലരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരായ രോഗികളാണ്. കാരണം അവർക്ക് മാസം തോറും
വലിയ ഒരു സംഖ്യ ഈ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇതാണ് ഇവിടെ സർക്കാർ ഇടപെടലാണ് ആവശ്യം. സർക്കാർ ഈ ആശുപത്രി, ഇതിപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിലെ ഒരു ഉദാഹരണം മാത്രമാണ്. മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും സംസ്ഥാനത്ത് പലയിടത്തും ഇതുപോലെ തന്നെ സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാർ ഈ ഒരു കാരുണ്യ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയ തുക, നീക്കിവെച്ച തുക ആശുപത്രികളിലേക്ക് ലഭ്യമാക്കി ഈ കുടിശ്ശിക കൊടുത്തു വീട്ടി പദ്ധതി വീണ്ടും സജീവമാക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ശരി, അനുമോദ്